ഇട്ടാ മതി സാറേ. എന്തോടാ ചാറ്റിലിട്ടാ പഠിക്കാൻ നല്ലത്. എല്ലാവരും വന്നിട്ട് നല്ല പ്രസന്റ് മാർക്ക് ചെയ്താണ് ചാറ്റിൽ. പേരടിക്കണ്ട, മാത്രം പ്രസന്റ് പഠിച്ചാൽ മതി. പേരേക്ക് കാണാം. അറ്റൻഡൻസ് ചെയ്യും എല്ലാവരും പ്രസന്റ് നോക്കണം. ഓക്കെ, ഞാൻ 2 മിനിറ്റ് കൂടെ ഞാൻ നോക്കാം. എല്ലാവരും പ്രസന്റ് മാർക്ക് ചെയ്തോ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ആനന്ദ്. നിങ്ങൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങളുടെ EF-ൽ രാവിലെ 9 മണിക്ക് കയറുമ്പോൾ തന്നെ പഞ്ചിങ് ചെയ്തേക്കുക. പ്രോപ്പറായിട്ട് പഞ്ചിങ് ചെയ്ത് തന്നെ അകത്ത് കയറുക. പഞ്ചിങ് ചെയ്ത് അകത്ത് കയറിയതിന് ശേഷം പഞ്ച് ഔട്ട് ചെയ്യുക. പഞ്ച് ഔട്ട് അതിന് ഓപ്ഷൻ ഉണ്ടെന്നാണ്, നിങ്ങൾ ലോഗൗട്ട് ചെയ്തതിനെ പഞ്ച് ഔട്ട് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ പഞ്ചിങ് ചെയ്ത് ഫുള്ളായിട്ട് പഞ്ച് ഔട്ട് ആകുമ്പോഴാണ് നിങ്ങളുടെ അറ്റൻഡൻസ്. ഞങ്ങൾക്ക് ഇവിടെ ആ ഡീറ്റെയിൽസ് കിട്ടും. ഡീറ്റെയിൽസ് ആർക്ക് വേണം ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാരണം ആരൊക്കെ വന്നിട്ടുണ്ട് ആരൊക്കെ വന്നിട്ടില്ല എന്നുള്ള ഒബ്സർവ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. അപ്പോൾ അത് കാരണം കൃത്യമായിട്ട് AEF-ലും കൂടെ പഞ്ച് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ് തുടങ്ങാം. So basically we are into crankshaft. As we know, crankshaft, why is it called a crankshaft? നമ്മൾ യൂഷ്വലി ക്രാങ്കി എന്ന് വിളിക്കുന്ന ആരെയാ? നമ്മൾ യൂഷ്വലി ക്രാങ്കി എന്ന് വിളിക്കുന്നത് യൂഷ്വലി ഇത്തിരി വട്ടുള്ളവരെ അല്ലെങ്കിൽ ഇത്തിരി ഓഫ്സെറ്റ് ആയിട്ടുള്ളവരെ, ബ്രെയിൻ ഓഫ്സെറ്റ് ആയിട്ടുള്ളവരെന്ന് വേണമെങ്കിൽ. സോ ഈ ക്രാങ്ക്ഷാഫ്റ്റിന്റെ ബേസിക് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ക്രാങ്ക്ഷാഫ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ഓഫ്സെറ്റ് ഇറ്റ് വർക്ക് അല്ലേ. ഈ ക്രാങ്ക്ഷാഫ്റ്റിന് നമ്മുടെ കണക്ഷനോട് ഈ ക്രാങ്ക്ഷാഫ്റ്റിന്റെ സെൻട്രലാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമോ? ഒന്നും വരത്തില്ല. സോ crankshaft basically aims at providing an extra power. അതായത് ക്രാങ്ക്ഷാഫ്റ്റ് ആണ് ആക്ച്വലി ഈ പവർ പ്രൊഡ്യൂസിങ്, പവർ ഔട്ട്പുട്ട് ആയിട്ട് കിടക്കുന്ന സാധനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ആൻഡ് ക്രാങ്ക് റേഡിയസ്, നമ്മൾ R എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്രാങ്ക് റേഡിയസ് നമുക്ക് കൂടുന്നതനുസരിച്ച് വി ക്യാൻ ജനറേറ്റ് മോർ ടോർക്ക് ഫോർ ദ സെയിം എഞ്ചിൻ. ബട്ട്
in the case of more torque, the RPM comes down. കാരണം power remains constant. ഈ ജനറേറ്റ് ചെയ്യുന്ന എനർജി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കുന്നു, അപ്പോൾ പവർ കോൺസ്റ്റന്റ് ആയിരിക്കും. As the radius, crank radius increases, the torque that is produced due to this power increases. കാരണം ടോർക്കിന്റെ കണ്ടീഷൻ ഫോഴ്സ് ഇൻടു റേഡിയസ്. ആ റേഡിയസ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ടോർക്ക് കൂടും. പക്ഷേ what happens on the other side is the RPM comes down. ബേസിക്കലി ഡീസൽ എഞ്ചിൻസിന് മിക്കവാറും ഡിസൈൻ ചെയ്യുന്നത് ഈ ഹൈ ടോർക്ക് ലോ RPM എഞ്ചിൻസ് ആയിരിക്കും. നിങ്ങൾ ഡീസൽ എഞ്ചിന്റെ എല്ലാം സ്പെക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. പെട്രോൾ എഞ്ചിൻസ് ആർ അറ്റ് എ ഹയർ RPM ബട്ട് ലോ ടോർക്ക് കണ്ടീഷൻ. കാരണം അതിന്റെ പല കാര്യങ്ങളുണ്ട്, കംപ്രഷൻ റേഷ്യോയുടെ മറ്റൊക്കെ പിക്ചറിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സെയിം എഞ്ചിന് ഡിഫറെന്റ് ടോർക്ക് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും ബൈ വേരിയിങ് ദ ക്രാങ്ക് റേഡിയസ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത് L/R റേഷ്യോ എന്നുള്ള സാധനമുണ്ട്, അതിലൂടെ നമുക്ക് പതുക്കെ കയറാം. സോ ക്രാങ്ക് ഷാഫ്റ്റ് എന്നുള്ളത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സൈഡ് ക്രാങ്ക് ഷാഫ്റ്റ്. സൈഡ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന സാധനം പണ്ട് പല എഞ്ചിൻസിനും കൂടെ ഉണ്ടായിരുന്നു. ഹൈ ലെവൽ എഞ്ചിൻസ്, ഭയങ്കര ഹ്യൂജ് എഞ്ചിൻസിനൊക്കെ ഉണ്ടായിരുന്ന സാധനമാണ്. ആൻഡ് ദ അതർ വൺ ഈസ് സെൻട്രൽ ക്രാങ്ക് ഷാഫ്റ്റ്. അതായത് സൈഡ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്ക് ഒരു സൈഡിലായിട്ട് മാത്രം കണക്ട് ചെയ്തേക്കുന്നത്. ക്രാങ്കിന്റെ ഇപ്പുറത്തേക്ക് നമ്മുടെ കണക്റ്റിംഗ് റോഡിന്റെ ഇപ്പുറത്തേക്ക് പറഞ്ഞ സാധനമൊന്നുമില്ല സപ്പോർട്ട് ചെയ്യാം. സെൻട്രൽ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഈ കണക്റ്റിംഗ് റോഡിന്റെ രണ്ട് സൈഡിലും സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. സോ നമ്മുടെ PPT ഞാൻ എയിം ചെയ്യുന്നത് കാരണം നമ്മൾ സൈഡ് ക്രാങ്ക് ഷാഫ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ല, ഇപ്പൊ അത് പിക്ചറിലില്ല. We will be going only with the center crank. And second point, നമ്മുടെ ഡാറ്റ ബുക്കിൽ ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ വരുന്ന ഒരു സൈഡിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഫ്ലൈവീലിന്റെ വെയിറ്റ് വരുന്നുണ്ട്. പക്ഷെ ഫ്ലൈവീലിന്റെ വെയിറ്റ് എന്നുള്ള സാധനം W എന്നുള്ള ടോട്ടൽ വെയിറ്റ്, അതായത് ബേസിക് ഫങ്ഷൻസ് എല്ലാം ഈ റൊട്ടേറ്റിംഗ് മാസസ് എല്ലാം കൂടെ ചേർന്ന് വരുന്നതിൽ ഫ്ലൈവീലും കൂടെ അതിൽ പിക്ചറിൽ വരും. അപ്പൊ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും റൊട്ടേറ്റിംഗ് മാസസിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞ് വരുന്നത്. നമ്മുടെ യൂഷ്വലി എഞ്ചിന്റെ റൊട്ടേറ്റിംഗ് മാസസ് എന്ന് പറയുന്നത് കണക്റ്റിംഗ് റോഡിന്റെ ഒരു പാർട്ട്, ക്രാങ്ക് ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഗിയേഴ്സ്, ഫ്ലൈവീൽ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് റൊട്ടേറ്റിംഗ് മാസസിന്റെ വെയിറ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ഈസ് ബേസിക്കലി ഡിസൈൻഡ് വിത്ത് ടു കൺസിഡറേഷൻസ്. വൺ ഈസ് പിസ്റ്റൺ അറ്റ് TDC. പിസ്റ്റൺ TDC-യിലേക്കുമ്പോഴേക്കും എന്താ പറ്റുന്നത്? ഇറ്റ് വിൽ ഓൾ ബി ഇൻ ദ സ്ട്രെയിറ്റ് ലൈൻ. കണക്റ്റിംഗ് റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് വെർട്ടിക്കൽ ആയിട്ടിരിക്കും, അതിന്റെ കൂടെ ക്രാങ്ക് ഷാഫ്റ്റും വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കും. അപ്പൊ എന്താ പറ്റുന്നത്? അവിടെ ഒരു ലോഡ് വരുമ്പോഴേക്കും ഇറ്റ് ക്രിയേറ്റ്സ് ബെൻഡിങ് condition for you. There is no torsional condition. Torsional load അവിടെ വരത്തില്ല, ബെൻഡിങ് ലോഡ് മാത്രമേ വരത്തുള്ളൂ. ആൻഡ് നമ്മൾ യൂഷ്വലി P-θ ഡയഗ്രാം വരുമ്പോഴേക്കും നമുക്ക് മാക്സിമം ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, യൂഷ്വലി മാക്സിമം പ്രഷർ പോയിന്റ് ആയിരിക്കും. മാക്സിമം പ്രഷർ പോയിന്റ് തൊട്ട് കഴിഞ്ഞിട്ടായിരിക്കും യൂഷ്വലി മാക്സിമം ടോർഷണൽ മൊമെന്റ് അല്ലെങ്കിൽ മാക്സിമം ടോർക്ക് പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ യൂഷ്വലി മാക്സിമം ടോർഷണൽ മൊമെന്റ് ഒബ്റ്റെയിൻ ചെയ്യുന്ന പോയിന്റ് യൂഷ്വലി ക്വസ്റ്റനിൽ തരും. ഈ പൊസിഷനിലായിരിക്കും മാക്സിമം ടോർഷണൽ മൊമെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസും എടുത്തിട്ട് എല്ലാം വാല്യൂ ആണ്. കാരണം ഈ ആദ്യം TDC കണ്ടീഷനിലെ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കണം, പിന്നെ ഈ ഒരു മാക്സിമം ടോർഷണൽ മൊമെന്റ് കണ്ടീഷനിലെ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചിട്ട് ഇത് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മാക്സിമം ഏതാണോ അതാണ് ഓരോന്നിന്റെയും ഡിസൈൻ എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്ലിയറിറ്റി ഉള്ള സാധനം നിങ്ങളുടെ ഫിഗർ 24-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയാനാ ഒരു കംപ്ലീറ്റ്ലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫിഗർ ആണ്. നിങ്ങൾക്ക് ഇത് കാണാം ഈ ഒരു ഏരിയ. ഈ 24-1 നിങ്ങൾക്ക് കുറെ ഫോഴ്സസ് ആണ്. FIC, FIC1, FIC2, FC2 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം നിങ്ങൾക്ക് ആ ലിസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? അതിന്റെ റിസൾട്ടന്റ് FC. സോ FC1 എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് വഴി നമ്മുടെ സെൻട്രലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിന്റെ പെർപെൻഡിക്കുലർ ഫോഴ്സ് ആണ് FC2, അതിന്റെ റിസൾട്ടന്റ് ആണ് FC എന്ന് പറയുന്നത്. അതുപോലെ FIC എന്ന് പറയുന്നത് കണക്റ്റിംഗ് റോഡിന്റെ കേസ്. FIC1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോറി, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ക്രാങ്ക് ഷാഫ്റ്റ്. And FIC2 is perpendicular to the connecting rod. നമ്മുടെ ഏത് പൊസിഷനിലാണോ അതിന്റെ കണ്ടീഷനിലായിരിക്കും FIC2
FIC1 കണ്ടുപിടിക്കുന്നത്. And the resultant will be FIC. Sorry, FIC1 is perpendicular to the parallel to the crankshaft. FIC2 is perpendicular to the crankshaft, and resultant is FIC. FIC usually എപ്പോഴും ഈ കണക്റ്റിംഗ് റോഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ പ്രസന്റേഷൻ. സോ ഇതാണ് ബേസിക് ഡാറ്റ. ഇത്രയും ഡാറ്റ ഉണ്ട്. You can see a lot of vectors coming into picture, a lot of forces and its vector coming. Everything comes into picture when it comes to crankshaft. So crankshaft design എന്നുള്ളതാണ് ഒരു എഞ്ചിൻ ഡിസൈനിലെ ഏറ്റവും മേജർ ചാലഞ്ച് ആയിട്ടുള്ളത് crankshaft ഡിസൈൻ ആണ്. ആൻഡ് crankshaftന്റെ ഏറ്റവും മേജർ ചാലഞ്ച് എന്നാണ് അതിന്റെ വെയിറ്റ് ആണ്. വെയിറ്റ് ഷുഡ് ബി പ്രോപ്പർലി ബാലൻസ്. അതിന്റെ വെയിറ്റ് ബാലൻസിങ്, ഡൈനാമിക് ബാലൻസിങ്, സ്റ്റാറ്റിക് ബാലൻസിങ് എല്ലാം ചെയ്തതിനു ശേഷമാണ് crankshaft അസംബിൾ ചെയ്യുന്നത്. So the forces that act on the crankshaft. Force എവിടെ നിന്നാണ് വരുന്നത് crankshaftന്? കണക്റ്റിംഗ് റോഡ്. So it comes from the connecting rod, and the design basically starts from connecting rod. Connecting rod forces will be transferred to the crankshaft. So the connecting rod forces are all taken, and then we start working on the crankshaft. So like what you have done in the connecting rod, we have to find FG. Gas force 2482. Equation number 2482 നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കാണിക്കാം. എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് മുകളിൽ FG എന്നുള്ളത് കണ്ടക്ടർ റോഡിന്റെ പാർട്ടായിട്ടുള്ള ഇക്വേഷൻ. So first you have to find FG based on the maximum gas pressure and the bore diameter. അതിനുശേഷം നമ്മൾ പോകുന്നത് FIR കണ്ടുപിടിക്കണം. FIR കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് we have to find F from equation number 2486. Equation number 2486 വെച്ചിട്ട് F കണ്ടുപിടിക്കാം. ആദ്യം FIR കണ്ടുപിടിക്കുക. FIR is based on the theta. അതായത് നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഇവിടെ. രണ്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒന്ന് പിസ്റ്റൺ അറ്റ് TDC. പിസ്റ്റൺ അറ്റ് TDCയിലെ കണ്ടീഷൻ ആണ് 2484 കാണിക്കുന്ന F1IR മാക്സ് എന്നുള്ളത്. ആൻഡ് അറ്റ് ദി പൊസിഷൻ വരുന്ന മാക്സിമം ടോർഷൻ ഓഫ് ടോർഷണൽ ഫോഴ്സ് വരുന്നത് നമ്മൾ ആ തീറ്റ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് FIR കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ രണ്ട് കണ്ടീഷന്റെയും F കണ്ടുപിടിക്കും. കമ്പൈൻഡ് ഫോഴ്സ് ഓൺ പിസ്റ്റൺ. FG will be, we will take it as a constant. And FIR ഇതിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ്. FG താഴോട്ട് തള്ളുന്നത്. If the FIR is creating an upward movement, if the piston moves from BDC to TDC, FIR will be negative. If it moves from TDC to BDC, FIR will be positive. In our cases, mostly the maximum torsional movement ഉണ്ടാവുന്നത് after TDC, which means the piston movement will be from TDC to BDC, so it will always be plus. So F കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ F വെച്ചിട്ട് 2487 FC കണ്ടുപിടിക്കണം. F divided by sin theta by n dash. N dash is, as you know, it is L by R. Connecting rod length by crank radius. അത് വെച്ചിട്ട് ഈ തീറ്റ നമ്മുടെ ഇതിന്റെ കേസിൽ വരുവാണെങ്കിൽ it will be 0, which means FC will be equal to F. That is when it is at TDC. And മറ്റേ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മറ്റേതിന്റെ FC കണ്ടുപിടിക്കണം. സോ ഇത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം നേരെ അടുത്ത കണ്ടുപിടിക്കേണ്ട സാധനം ഫൈ എന്നുള്ള ആംഗിളാണ്. നമ്മുടെ ആ ഫിഗറിൽ കണ്ടായിരുന്നു. Phi is based on the crank angle theta. Sin phi will be sin theta by n dash. So അത് വെച്ചിട്ട് phi എന്നുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. And then we go to the crankshaft design part. So crankshaft design part starting തന്നെ 24th ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെയാണ്.
ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ എഫ് സി കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ എഫ് സി ബേസ് ചെയ്ത് നമ്മൾ എഫ് സി 1 കണ്ടുപിടിക്കുന്നു, എഫ് സി 2 കണ്ടുപിടിക്കുന്നു. So FC1 ഉം FC2 ഉം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. Again we will go back to our slide. And gamma basically using the vector triangle method. നമ്മുടെ സെക്കൻഡ് കേസിൽ മാത്രമേ എടുത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാമ എന്നുള്ള കണ്ടീഷൻ ബേസിക്കലി ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ കണക്ടിംഗ് റോഡ് ആൻഡ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. നമ്മുടെ ഈ കണ്ടീഷൻ വരുമ്പോഴേക്കും ഗാമ വിൽ ബി യൂഷ്വലി 180 degree. So there is no tension there when the piston is at TD. Piston TD യിലിരിക്കുമ്പോൾ എല്ലാം ഒറ്റ ലൈനിലാണെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. അപ്പോൾ അത് കാരണം ഗാമ 180 ആയിരിക്കും. പക്ഷെ മറ്റൊരു കേസിൽ നമുക്ക് ഗാമ വെക്ടർ ട്രയാങ്കിൾ മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ചേ പറ്റും. പൊസിഷൻ മറിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. And then we go for finding FIC. FIC എന്നുള്ളത് നമ്മുടെ കണക്ടിംഗ് റോഡിൽ തന്നെ പോയിന്റ് വരും. കണക്ടിംഗ് റോഡിൽ തന്നെയാണ് 28, 24, 82. 24, 82 അല്ല 24, 89. FICയുടെ ഇക്വേഷൻ ഇവിടെ കാണുന്നില്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം. 24, 89 which is W is the weight, total weight. So based on this W we can take, here it is told as the weight of the connecting rod. ഇവിടെ നമ്മുടെ കേസിൽ വരുമ്പോഴേക്കും ഇത് weight of all the rotating parts ആണ്. So W തന്നിട്ടുണ്ടാവും rotating parts including the weight of the flywheel. ആ ബേസ് ചെയ്തിട്ട് you have to find FIC using this equation. മറ്റേ കേസിൽ വരുമ്പോഴേക്കും ഒരു sin ആൽഫയും കൂടെ കയറി വരും. Sin alpha is the angle of the connecting rod, position of the connecting rod. അപ്പോൾ അത് വെച്ചിട്ട് രണ്ടിന്റെ FIC കണ്ടുപിടിക്കും. And again we will go back to the equations of crankshaft. FIC1 ഉം FIC2 ഉം കണ്ടുപിടിക്കും using equations 24.3 and 24.4. Okay, ഇവിടെ നിങ്ങൾ കാണാം FIC1 and FIC2. Gamma is the angle of the force between FIC and radial component of FIC. അത് നിങ്ങളുടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. ബേസിക്കലി അത് നമ്മുടെ ആംഗിൾ ഓഫ് ദി റിസൾട്ടന്റ് ബിറ്റ്വീൻ ദ
crankshaft and the connecting rod. അതെടുത്താൽ കൃത്യമായിട്ട് കിട്ടും. ആൻഡ് ഈ രണ്ട് FIC1 FIC2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ then we have to find FR. FR as well as F theta, which are radial force and angular force. Are under conditions towards the connecting rod and perpendicular to the towards the crankshaft and perpendicular to the crankshaft. And finally find F combined using equation 24(8). And last, moment, that is the moment that is created due to this, using 24(36). So just we will go through the equations. 24(5) is here, FR. 24(8), sorry, 24(7), it is here. You can use this FIC2 plus FC2. Oh, okay, കാരണം സെർച്ച് ഈ ഇക്വേഷൻ എന്താ സെർച്ച് ചെയ്യണമെന്നുള്ള ഒരു പിടിയും കിട്ടത്തില്ല, അതുകൊണ്ടാണ് പ്രശ്നം ഞാൻ തീർച്ചയായിട്ടും. ഓക്കെ, എനിവേ ഐ വിൽ സെർച്ച് ആൻഡ് ഐ വിൽ just do that. കാരണം എനിക്കൊരു പേജ് നമ്പർ, I had an idea of page number, that's why I thought use that page number and do it. Okay, anyway, FR and F theta കണ്ടുപിടിച്ചു. Using that find F com, that is square root of FR square by plus F theta square. That is the combined forces that will be acting on the connecting rod. Then we go to equation number 2834. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മെത്തഡോളജി ഇല്ല, ടെക്സ്റ്റ് ബുക്കിൽ എടുത്തേക്കുന്ന മെത്തഡോളജി എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ മെത്തഡോളജി എടുത്ത് ഒന്ന് മൂലയിലാക്കി വെച്ചിട്ടാണ് ഞാനിത് പരിപാടി ഇട്ടത്. MT, that is 2433, it gives MT. MT is F combination into R. R is the crank radius. Throw of the crank എന്നാണ് crank radius. അപ്പോൾ അതിൽ നിന്ന് മൊമെന്റ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. മൊമെന്റ് കണ്ടുപിടിച്ചതിന് ശേഷം you can find the diameter of the crank fin. Crank fin രണ്ട് ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ ഏറ്റവും വലുതാണ് എടുക്കേണ്ടി വരും. പക്ഷേ താഴെ തന്നെയാണ് അത് crank fin ഉള്ളത്. We have the MPC with us. Sigma B is the descent stress, that is for the crank fin. Oh, okay, thank you. So ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ട് മൊമെന്റ് വെച്ചിട്ടും ഫോഴ്സ് വെച്ചിട്ടും, ഫോഴ്സിൽ നമ്മുടെ DO/L എന്നാണ് നമ്മുടെ ക്രാങ്ക് സൈഡിലത്തെ നമ്മൾ നേരത്തെ കണക്റ്റിംഗ് റോഡിന്റെ ഇക്വേഷൻ 2495 എടുത്ത് ഓർക്കുന്നുണ്ടോ? ഇതാണ് ക്രാങ്ക് ടെൻഡന്റിൽ LC/DC എന്നുള്ള നമുക്ക് ഈ റേഷ്യോയിൽ എടുക്കാം. ആ ബേസ് ചെയ്തിട്ട് LC/DC ഇക്വേഷൻസ് എടുക്കുക. അപ്പോൾ ഈ F കോമ്പിൽ D0/LC റേഷ്യോ എന്നാണ് നമ്മുടെ DC/LC റേഷ്യോ, LC/DC റേഷ്യോ വെച്ചിട്ട് DC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് വെച്ചിട്ട് ഡയമീറ്റർ കിട്ടും. അപ്പോൾ ഡയമീറ്റർ ഉള്ള ക്രാങ്ക് ഫിൻ ഈ രണ്ട് കണ്ടീഷൻസിലും ഡയമീറ്റർ എത്ര വേണമെന്ന് നോക്കിയിട്ട് അതിന് ഏറ്റവും വലിയ ഡയമീറ്റർ ആണ് ക്രാങ്ക് ഫിൻ എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ക്രാങ്കിന്റെ ഡിസൈൻ അതോടുകൂടി കംപ്ലീറ്റ് ആണ്. ക്രാങ്കിന്റെ ഏരിയ. Now let's get into the crank web.
width and thickness of the crank web usually figure 24:4 കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ക്രാങ്ക് എംപിരിക്കൽ ഫോമിൽ ഉണ്ട്. അതിന്റെ വിട്ടും അതിന്റെ തിക്നെസ്സും ഇങ്ങനെ എടുക്കാം. Different types of crankshaft കാണാൻ നിങ്ങൾക്ക് 24/7, 24/8. ഇതാണ് നമ്മുടെ ബെസ്റ്റ് സാധനം. സൈഡ് ക്രാങ്ക് ഓവർ ഹാങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് വാല്യൂ എടുക്കാൻ പറ്റുന്ന ഇതില്ല. DO ബേസ് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ ഡയമീറ്റർ ഓഫ് ദ ക്രാങ്കിൻ ബേസ് ചെയ്തിട്ടുള്ള ഡയമെൻഷൻസ് 1.1 ആൻഡ് 0.9 to 0.5 to 0.9 DO ആണ് അതിന്റെ തിക്നെസ്. ആൻഡ് അതിന്റെ വിട്ട് എന്ന് പറയുന്നത് 24/3 കൊടുത്തിട്ടുണ്ട് 1.4 DO. അപ്പോൾ ആ രണ്ട് ബേസ് ചെയ്തിട്ട് നിങ്ങൾ വിട്ടും തിക്നെസ് എംപിരിക്കൽ ഫോമിലേക്ക് കണ്ടുപിടിക്കുക. അതിനുശേഷം ഇതിന്റെ MB കണ്ടുപിടിക്കുക. അതായത് ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ നമ്പർ 2418 റിസൾട്ടന്റ് സ്ട്രെസ് 2420 വെച്ചിട്ട് MB എന്നുള്ളത് ക്രാങ്ക് ആമിന്റെ ദാറ്റ് ഇസ് ദ ലെങ്ത് ഓഫ് ദി ക്രാങ്ക്. ലെങ്ത് ഓഫ് ദി ക്രാങ്ക് ബേസിക് ഇതാ നമ്മുടെ ലൊക്കേഷൻ, സെൻട്രൽ ലൊക്കേഷൻ വെച്ചിട്ടാണ്. അതിൻ്റെ അത് വെച്ചിട്ട് സ്ട്രെസ്സിന്റെ കോമ്പിനേഷൻ റിസൾട്ടന്റ് സ്ട്രെസ് കണ്ടുപിടിക്കാം MPC വെച്ചിട്ട് തന്നെ. ലെങ്ത് ഓഫ് ദി ക്രാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ MPC തന്നെയാണ് MB, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. സോ സിഗ്മ EZ കണ്ടുപിടിക്കാം. അതിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി ആം നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച ലെങ്ത്തും തിക്നെസ് കണ്ടുപിടിച്ചില്ലേ, അത് വെച്ചിട്ടാണ് നമ്മുടെ ഏരിയ കണ്ടുപിടിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് എ റെക്ടാങ്കിൾ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന അതൊരു റെക്ടാങ്കുലർ സെക്ഷൻ ആയിട്ട് തന്നെ ഇരിക്കുകയാണെന്നുള്ളതാണ്. നമ്മുടെ ടേപ്പറിംഗ് ടൈപ്പ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് റെക്ടാങ്കുലർ ആയിട്ട് എടുത്തിട്ട് ആ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത്. സോ ആ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് വെച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ഏരിയ തന്നെ. സോ അത് കഴിഞ്ഞിട്ട് ആൻഡ് നമ്മുടെ ക്രാങ്ക് റോപ്പ് എടുക്കാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് നമുക്ക് പ്രശ്നം തന്നിട്ടുണ്ടാവും ക്രാങ്ക് റോപ്പിന്റെ മെറ്റീരിയൽ ബേസ് ചെയ്തിട്ട്. അപ്പോൾ റിസൾട്ടന്റ് സ്ട്രെസ് നമുക്ക് കിട്ടുന്നത് ക്രാങ്ക് റോപ്പിന്റെ മാക്സിമം സ്ട്രെസ്സിനേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് സേഫാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വി ഹാവ് ടു സജസ്റ്റ് ഫോർ മെറ്റീരിയൽ ചേഞ്ച് ഓർ വി ഹാവ് ടു ഡു സം മോഡിഫിക്കേഷൻ ഇൻ ദ ഡിസൈൻ. കാരണം ഈ ക്രാങ്ക് റേഡിയസ് അല്ലേ, ക്രാങ്ക് റേഡിയസ് കുറയുന്നതനുസരിച്ച് നമുക്ക് വെബിന്റെ എന്താ പറയുക ലോഡ് കുറയ്ക്കാം. ഈ നമ്മുടെ പെട്രോൾ എഞ്ചിന്റെ ഒക്കെ ക്രാങ്ക് ഷാഫ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ലൈറ്റ് ആയിരിക്കും ഡീസൽ എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ. ഇറ്റ് ഇസ് ബേസിക്കലി ബിക്കോസ് ഓഫ് ദി റിഡക്ഷൻ ഇൻ ദ ക്രാങ്ക് റേഡിയസ്. ആൻഡ് വി ഗോ ടു ദ ഡിസൈൻ ഓഫ് മെയിൻ ബെയറിംഗ്. മെയിൻ ബെയറിംഗ് ഇക്വേഷൻ നമ്പർ 2439. അതിൽ MBB എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കണം. ആ MBBയിലെ ലെങ്ത് ഈക്വലന്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ LE തന്നിട്ടുണ്ട്. അത് ലെങ്ത് ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ് ആയിട്ട് തന്നെ എടുക്കുക as per the range given in equation 2448. ഞാൻ നന്നായിട്ട് എടുക്കാം. ഫസ്റ്റ് നമ്മൾ പോകുന്നത് 2448. LE എന്നുള്ളത് അല്ലെങ്കിൽ L എന്നുള്ളതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.94 to 1.1 അല്ല. സോ വി വിൽ ടേക്ക് LE ഈക്വൽ ടു L. അതാണ് ഞാൻ ആ ബേസ് പറഞ്ഞേക്കുന്നത്. ആൻഡ് നിങ്ങളിപ്പോൾ ഡാറ്റ ബുക്കാണ് കാണുന്നത്, പവർ പോയിന്റ് ആണോ കാണുന്നത്?
പവർ പോയിന്റ് ഇപ്പൊ ഡാറ്റ ബുക്ക് കാണുന്നുണ്ടല്ലേ? ഓക്കെ, ഇപ്പൊ കാണുന്നു. ഡാറ്റ ബുക്കിൽ 2448 റേഞ്ച് കാണുന്നുണ്ടായിരുന്നു. 0.95 L to 1.1 L is the range of L. So നമ്മൾ LE LM തന്നെ എടുക്കുന്നു. അതിനുശേഷം ഇക്വേഷൻ നമ്പർ 2439 വെച്ചിട്ട് വാല്യൂ ഓഫ് MBB കണ്ടുപിടിക്കുക. 2439 എന്നുള്ളത് തൊട്ടുമുമ്പിലത്തെ പേജിലാണ്.